അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈന അൽ ഫായിസീന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളായ സഹോദര സഹോദരിമാരെ, കമൻറ്റിലൂടെ സന്തോഷം പറയുന്നവർ, എല്ലാ ക്ലാസ്സും മുടങ്ങാതെ കേൾക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഇഹലോക വിജയം നൽകട്ടെ. ഒരുപാട് പേർ അവരുടെ മുറാദുകൾ ദുആയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും എല്ലാം പുറത്തു തന്ന് മാപ്പ് നൽകി അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു ഇടം നൽകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലുടനീളം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഫിയായ ഇൽമ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ കണ്ണേറ് തട്ടാൻ 100% സാധ്യതയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയം, കണ്ണേറ് എന്ന് പറയുന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ആർക്കും തന്നെ സംശയമില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ കണ്ണേറ് തട്ടാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനായിട്ടും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. പ്രത്യേകിച്ചും നമ്മോട് അസൂയുള്ളവരോട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു ജോലിയിലായിരിക്കുമ്പോൾ ആ ജോലിയിൽ നമുക്ക് ലഭിക്കുന്ന ശമ്പളം അത് മുഴുവനായിട്ടും ഒരാളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മോട് അസൂയ വെച്ച് നടക്കുന്ന ആളുകളോട്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മോട് അസൂയുള്ള ആളുകളെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവർ പുറമെ നമ്മോടൊക്കെ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടൊക്കെ പെരുമാറുന്നവരായിരിക്കും. പക്ഷേ നമ്മോട് അവരുടെ അകത്ത് അസൂയ ഉള്ളവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അത് നോക്കി അസൂയ വെക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അല്പം സംശയം തോന്നുന്ന ആളുകളോട് നമ്മുടെ ജോലിയുടെ കാര്യത്തെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചായിക്കോട്ടെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും മറ്റുള്ള ഒരാളോട് മുഴുവനായിട്ടും പറയരുത്. കാരണം അത് കണ്ണേറ് വരാൻ 100% സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം സൂക്ഷിക്കുക പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറ് തട്ടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യപരമായ വിഷയമാണ്. അത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് ഇത്ര ഓടാൻ കഴിയും, എനിക്ക് ഇത്ര ശക്തിയുണ്ട്, ഞാൻ ഇത്ര കിലോ വെയിറ്റ് എടുക്കും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര നടക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ആരോഗ്യപരമായ വിഷയങ്ങളൊന്നും മറ്റുള്ളവരോട് പറയരുത്. പ്രത്യേകിച്ചും മുകളിൽ പറഞ്ഞ നമ്മോട് അസൂയ വെച്ച് നടക്കുന്ന ആളുകളോട് ഒരിക്കലും ഇതൊന്നും പറഞ്ഞു പോകരുത്. ചില ആളുകൾ അവരുടെ മണിയറ രഹസ്യം പോലും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അവർ വലിയ ആണത്തം തെളിയിക്കാനായിരിക്കും. അതൊന്നും ശരിയല്ല. അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. മാത്രമല്ല, കണ്ണേറ് തട്ടാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ വിഷയം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ മക്കളുടെ കഴിവുകളും മികവുകളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. എൻ്റെ മകൻ നല്ല ഉഷാറാണ്, പരീക്ഷയിലൊക്കെ നല്ല മാർക്കാണ്, നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് പഠിക്കുന്നു എന്ന് തന്നെ ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് അവൻ മറക്കില്ല. അത് അവനെപ്പോഴും ഓർമ്മയുണ്ടാവും. പിന്നെ 2-3 വയസ്സായിട്ടുള്ളൂ, മൊബൈലിൽ എല്ലാ കാര്യങ്ങളും അവൻ സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്നു എന്നൊക്കെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കാതിരിക്കുക. ചിലപ്പോൾ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പേരിലോ അഭിമാനത്തിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും പറയുന്നത്.
പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ വന്ന ആളുടെ മക്കൾ ചിലപ്പോൾ പഠനത്തിലൊക്കെ മികവ് കുറവായിരിക്കും. അവരുടെ മുന്നിൽ എൻ്റെ മകൻ ഉഷാറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെയായിരിക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഏതായാലും പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമ്മുടെ മക്കളുടെ വിഷയങ്ങളൊക്കെ കഴിവുകളൊക്കെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേറ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ രക്ഷിതാക്കളെ, ഒരിക്കലും നമ്മുടെ മക്കളുടെ കഴിവുകളും മികവുകളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള കണ്ണേറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി കണ്ണേറ് നമുക്ക് തട്ടാതിരിക്കാനുള്ള ഒരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ മാഷാ അള്ളാ എന്ന് എഴുതിയിട്ട് നമ്മുടെ വീടിൻ്റെ ചുമരിൽ എവിടെയെങ്കിലും നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് തൂക്കിയിടുക. അങ്ങനെ തൂക്കിയിട്ടാൽ ഒരിക്കലും നമുക്ക് കണ്ണേറ് ബാധിക്കില്ല. ഇൻഷാ അള്ളാ എല്ലാവരും വീട്ടിൽ ഇത് തൂക്കിയിടുക. അല്ലാഹു സുബ്ഹാനഹു തആല കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് ഇൽമുകൾ പഠിക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ സമ്മാനമായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടുത്തെ തൃക്കരങ്ങൾ നമുക്ക് കയ്യിൽ പിടിച്ച് അവിടുത്തെ കരങ്ങളിലൂടെ ഹൗദുൽ കൗസർ കുടിച്ച് അള്ളാഹുവേ സ്വർഗത്തിലേക്ക് പോകാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലോകത്തിൻ്റെ പല ഭാഗത്തിൽ നിന്നും പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരെയും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹുവേ അവിടുത്തെ മുഹബ്ബീങ്ങളിൽ ചേർത്തുകൊണ്ട് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ ചേർക്കണേ പടച്ചോനെ. ഒരുപാട് ആളുകൾ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്ക് റബ്ബേ. പടച്ച റഹ്മാനെ, എല്ലാവരുടെയും നല്ല ഹലാലായ ആഗ്രഹങ്ങളും നീ നിറവേറ്റിക്കൊടുക്കണേ റബ്ബേ. അസ്സലാമു അലൈക്കും.